സംഘപരിവാറിന് ഇല്ല, ഒരെണ്ണം പോലും ഇല്ല. 12 പ്രതികളിൽ 6 പ്രതികളെയും പിടികൂടിയത് കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ്. അതിൽ 13ാമത്തെ ഈ 1ാമത്തെ പ്രതി പിടികൂടിയിരിക്കുന്നതും കേരളത്തിൽ നിന്നാണ്. ആ പ്രതിയെ പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കിയതും ഇതേ കേരളത്തിലെ പോലീസിംഗ് ആണ്. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പോലീസിന്റെ ഇടപെടലുണ്ടായി. എവിടെയാണ് കേരള പോലീസ് ഏത് തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ഒരു കണക്ക് പറയൂ താങ്കൾ. RSS പ്രവർത്തിക്കുന്നത് അങ്ങനല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഞാനതാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനുള്ള വിയോജിപ്പായി ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീകരിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം. അതിൽ എൻ്റെ ലളിതമായ വിയോജിപ്പ് ഇത്രയേ ഉള്ളൂ. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് രാഷ്ട്രീയ അധികാരം കൂടി കിട്ടും. അത് അപകടകരമാണ്. രാഷ്ട്രീയ അധികാരമുള്ള ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ ഹിംസാത്മകമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ലാണ് എൻ്റെ ലളിതമായ വിയോജിപ്പ് ഞാൻ പറഞ്ഞത്. അതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സംഭവിക്കുന്നത്. അവിടെയാണ് സുജയയുടെ പ്രധാനപ്പെട്ട ചോദ്യം. RSS മതനിന്ദ നടത്തുന്നുണ്ടോ? RSS നടത്തുന്നത് അത് മാത്രമാണ്. താങ്കളുടെ അഭിപ്രായമാണ്. അല്ലല്ല, എങ്കിൽ തിരിച്ചു തെളിയിക്കും. ആഭ്യന്തര ശത്രുക്കൾ പോപ്പുലർ ഫ്രണ്ട് മതനിന്ദ, പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞാണ് കൈവെട്ടിയത്. അല്ലാതെ വ്യക്തിവിദ്വേഷത്തിന്റെ പേരിലല്ല. പറഞ്ഞത് ഫാക്ട് ആണ്. അല്ലെങ്കിൽ നിഷേധിക്കൂ. പോപ്പുലർ ഫ്രണ്ട് അല്ലേ കൈവെട്ടിയത്? കൈവെട്ട് കേസിലെ വിചാരധാരയിലേക്ക് പോകും, ഗുജറാത്തിലേക്ക് പോകും. ഇതാണ് സ്ഥിരം ചെയ്യുന്നത്. പറയാനുള്ള ധൈര്യമില്ല. RSSന്റെ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ടോ കേരളത്തിൽ നിങ്ങളുടെ പരിപ്പ് വേവില്ല. സുജയ അതെ അതെ, അല്ലല്ല, അത് സുജയുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ആവും. നിങ്ങൾ മതേതരത്വത്തിനെതിരെ വർഗീയമായി സംസാരിച്ചാൽ BJP ആവും. Meet the editors.